നമസ്കാരം, ഞാൻ ഉമേഷ് വരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യാത്രാ പ്രദർശനമേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. ഇന്ത്യയും മേളയിൽ സജീവ സാന്നിധ്യമാണ്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാത്ര വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ ചലനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പ്രദർശനമായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കമായിരിക്കുകയാണ്. മേളയുടെ 31ാമത് എഡിഷനാണ് ഇത്തവണ പുരോഗമിക്കുന്നത്. 165-ലധികം രാജ്യങ്ങളിൽ നിന്ന് 2300ഓളം പ്രദർശകരാണ് ഇത്തവണ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനായി എത്തിയിരിക്കുന്നത്. ഏറെ വിസ്മയകരമായ കാഴ്ചകളാണ് ഇത്തവണയും അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ സജീവ സാന്നിധ്യമായി ഇന്ത്യയും ഇത്തവണയും രംഗത്തുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ വലിയ പവലിയനിലൂടെ ഇന്ത്യ. Happy to inaugurate the Indian Pavilion at the Arabian Travel Mart. This is one of the premier travel shows anywhere in the world, and I am told that we have been participating here for the past 4 decades. What I would just say is that India as a tourist destination has something for everybody, has something to offer for everybody, to cater to everybody's palate, their desires. This is a place where you can have wildlife tourism, we can have mountain, we have the beaches, we have the hill resorts, we have entertainment tourism. I think India is a place which needs to be explored. ടൂറിസം രംഗത്തെ ഈ രാജ്യത്തിന്റെ സാധ്യതകളെ കൃത്യമായി അവതരിപ്പിക്കാൻ നിരവധി പവലിയനുകൾ ഓരോ എമിറേറ്റുകളും പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ സ്റ്റേക്കേഷന്റെ വലിയ സാധ്യതകളെയാണ് റാസൽ ഖൈമയിലെ ടൂറിസം ഓപ്പറേറ്റർമാർ വിശദീകരിക്കുന്നത്. ഇൻ റാസൽ ഖൈമ സ്റ്റേക്കേഷൻ ഈ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻബൗണ്ട് ടൂറിസം ശരിക്കും നമുക്ക് കുറയും. അപ്പോൾ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അറൗണ്ട് 2 years ബാക്ക് ഏതാണ്ട് കൊണ്ടുവന്നത്, പക്ഷേ ഭയങ്കര ഫുള്ളാണ്. ഇപ്പോൾ റാസൽ ഖൈമയിൽ ഹോട്ടൽസ് നോക്കുവാണെങ്കിൽ അറൗണ്ട് 60-70% ഓഫ് ഓക്യുപ്പൻസി സ്റ്റേക്കേഷൻ കൊണ്ട് മാത്രമാണ്. ഇൻബൗണ്ട് ടൂർ മീൻസ് ഇവിടെ ഉള്ള ഡൊമസ്റ്റിക് ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് റാസൽ ഖൈമ എന്ന് പറയുന്നത്. കാരണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഇൻബൗണ്ട് വെളിയിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഭയങ്കരമായിട്ട് കുറവാണ്. ഇത് ഞങ്ങൾക്ക് ഒരു ബൂസ്റ്റാണ് ഭയങ്കരമായിട്ട് സ്റ്റേക്കേഷൻ. ഖൈമയിൽ ഓരോരോ പുതിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളും ഒരു അഡ്വഞ്ചറിൻ്റെ പാർട്ടായിട്ട് നമ്മളൊരു ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഡെസേർട്ട് ക്യാമ്പിംഗ് ആണ്. യാത്രയിലെ പുത്തൻ അനുഭവങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നത് വിവിധ എയർലൈനുകൾ തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ രംഗത്തുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള ഈ മാസം 9-നാണ് സമാപിക്കുക. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. UAE-യിലെ ഫുജേറയിൽ ജനവാസ മേഖലയിൽ കാട്ടുപൂച്ചയെ കണ്ടതായ റിപ്പോർട്ടുകൾ. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പരിസ്ഥിതി മന്ത്രാലയം അന്വേഷണം ഊർജിതമാക്കി. ആരെങ്കിലും വളർത്തുന്ന കാട്ടുപൂച്ചയാണോ എന്ന് പരിശോധിക്കുമെന്നും സ്ഥിരീകരിച്ചാൽ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. അബുദാബി പുസ്തകോത്സവത്തിൽ ശ്രദ്ധേയമായി ഫാൽക്കൺ തൂവലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച UAE രാഷ്ട്രപിതാവിന്റെ കൂറ്റൻ ചിത്രം. സൗദി അറേബ്യയിൽ താമസിക്കുന്ന സിറിയൻ വംശജനാണ് വ്യത്യസ്തമായ കലാവിസ്മയത്തിന് പിന്നിൽ. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ഈ കൂറ്റൻ ചിത്രം കാണുന്നവർ ഒന്ന് അമ്പരക്കുമെന്ന് ഉറപ്പാണ്. ഫാൽക്കൺ തൂവലുകളിൽ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ഷെയ്ഖ് സായിദ്. തൂവലുകളിലെ ചെറിയ നിറവ്യത്യാസങ്ങളെ കൃത്യമായി ചേർത്ത് വെച്ച് മുഖത്തിന്റെ സൂക്ഷ്മഭാവം വരെ മനസ്സിലാകുന്ന തരത്തിൽ ജീവസുറ്റ കലാവിസ്മയമാണ് അബുദാബി പുസ്തകോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത്. തായിം അൽ ഒമർ എന്ന സിറിയക്കാരനാണ് ഈ മനോഹര രൂപത്തിന്റെ പുറകിൽ. 12,000-ഓളം ഫാൽക്കൺ തൂവലുകളാണ് ഈ ചിത്രമൊരുക്കാനായി തായിം ശേഖരിച്ചത്. തൂവലുകളെല്ലാം പൂർണ്ണമായും UAE-യിൽ നിന്നാണ് ശേഖരിച്ചത്. ഇതിനായി 8 മാസക്കാലം UAE-യിലെ എല്ലാ എമിറേറ്റുകളിലും സഞ്ചരിച്ചു തായിം.
കൂടുതൽ സ്ഥലങ്ങളിൽ വൈകാതെ ചിത്രം പ്രദർശിപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്നും UAക്കുള്ള സമ്മാനമാണ് ഇതെന്നും തയ്യം പറയുന്നു. പുസ്തകോത്സവത്തിന്റെ 33ാമത് എഡിഷനായിരുന്നു ഇത്തവണ നടന്നത്. ഇന്ത്യ ഉൾപ്പെടെ 90 രാജ്യങ്ങളിൽ നിന്നുള്ള 1350ഓളം പ്രസാധകരാണ് ഇത്തവണ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പങ്കെടുക്കാനെത്തിയത്. 24 ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവിനോദ പാർക്കുകളിൽ ഒന്നായ അക്വാറിബിയ പാർക്ക് റിയാദിൽ അടുത്ത വർഷം തുറക്കും. 2.5 ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. റിയാദിലെ ഖിദ്യ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. സൗദിയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ജലവിനോദ പാർക്കായിരിക്കും അക്വാറിബിയ. ഇതോടൊപ്പം മറ്റൊരു വാട്ടർ തീം പാർക്കിന്റെ നിർമ്മാണവും ഇവിടെ പുരോഗമിച്ചു വരികയാണ്. പാരിസ്ഥിതിക ആഘാതം പരമാവധി കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരു പാർക്കുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 80% വരെ ജലം പാഴാക്കുന്നത് നിയന്ത്രിക്കുവാനും ഊർജ ഉപഭോഗം കുറയ്ക്കുവാനും സഹായകമായ സംവിധാനത്തോടെയാകും ഇവ പ്രവർത്തിക്കുക. കൂടാതെ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുവാനുള്ള സംവിധാനവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഇത്തരത്തിലെ ആദ്യത്തെ ജലവിനോദ പാർക്കാണ് ഇവ. ലോകത്തിലെ ആദ്യത്തെ ഇരട്ട വാട്ടർ ലൂപ്പ്, ഏറ്റവും ഉയരം കൂടിയ വാട്ടർ കോസ്റ്റർ, ഏറ്റവും നീളമേറിയതും ഉയർന്നതുമായ വാട്ടർ റേസിംഗ് ട്രാക്ക്, ഏറ്റവും ഉയരം കൂടിയ വാട്ടർ സ്ലൈഡ്, ലോകത്തിലെ ഏറ്റവും വലിയ റൈഡ് എന്നിങ്ങനെ 5 ലോക റെക്കോർഡുകൾ ഉൾപ്പെടെ 22ഓളം വ്യത്യസ്ത ഗെയിമുകളാണ് അക്വാറിബിയ പാർക്കിൽ സന്ദർശകർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഹോട്ടലുകളും ഡൈനിങ് വിശ്രമ സ്ഥലങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ വിനോദസഞ്ചാര കായിക മേഖലകളിൽ സുപ്രധാനമായ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് പദ്ധതി പ്രഖ്യാപിക്കവേ ഖിദ്യ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ദാവൂദ് വ്യക്തമാക്കി. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. സൗദി അറേബ്യയിലെ അബഹയിൽ പ്രവാസി വനിതകൾക്കായി പായസ മത്സരം സംഘടിപ്പിച്ചു. സ്റ്റാർസ് ഓഫ് അബഹയാണ് മത്സരം സംഘടിപ്പിച്ചത്. വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഒരുക്കി നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ ഷാനി സൈഫു 1ാം സമ്മാനമായ ഗോൾഡ് കോയിൻ കരസ്ഥമാക്കി. ഷാഹിദ ഷമീർ 2ാം സ്ഥാനവും ലുബ്ന ജാഫർ 3ാം സ്ഥാനവും നേടി. 8 പേർക്ക് കാറ്റഗറി പ്രൈസും പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രകാശൻ നാദാപുരം, റഹീം പ്ലാനറ്റ്, സൈഫു വയനാട്, മിഷാൽ ഹാജി ആരകം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടിയ ഇറാനിയൻ ബോട്ട് കൊച്ചിയിലെത്തിച്ചു. തമിഴ്നാട് സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുള്ളത്. ഇവരെ വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും. കൊയിലാണ്ടി പുറംകടലിൽ നിന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ഇറാനിയൻ ബോട്ട് ഇന്ന് രാവിലെയോടെ കൊച്ചി തീരത്തടുപ്പിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷയിലാണ് ബോട്ട് എത്തിച്ചത്. തമിഴ്നാട് സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുള്ളത്. ഇവരെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് മാറ്റി. വിവിധ അന്വേഷണ ഏജൻസികൾ മത്സ്യത്തൊഴിലാളികളെ ചോദ്യം ചെയ്യും. തൊഴിലുടമയുടെ പീഡനം കാരണം ബോട്ടുമായി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് തൊഴിലാളികൾ നൽകിയ വിവരം. ഇക്കാര്യവും പരിശോധിക്കും. ഇന്ധനം തീർന്ന ബോട്ട് കടലിൽ കുടുങ്ങിയതിനെ തുടർന്ന് തൊഴിലാളികൾ തമിഴ്നാട് ഫിഷർമെൻ അസോസിയേഷൻ ഭാരവാഹികളെ ബന്ധപ്പെട്ടു. അസോസിയേഷൻ ഭാരവാഹികൾ കോസ്റ്റ് ഗാർഡിനെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ബോട്ടും തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്തത്. 24 കൊച്ചി. KSRTC ഡ്രൈവർ LH യദുവിന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവരുൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞെന്ന് FIRൽ പറയുന്നു. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നതടക്കമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത്. FIRൽ മേയർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. മേയറും സംഘവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞു. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും FIRൽ വ്യക്തമാക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ, സഹോദരന്റെ ഭാര്യ, കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിങ്ങനെ 5 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. IPC 353, 447, 341, 294B, 201, 34, മോട്ടോർ വെഹിക്കിൾ ആക്ട് 177 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടിവരും. നേരത്തെ അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. 24 തിരുവനന്തപുരം.
മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ഹർജി കോടതി തള്ളി. ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടി. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമായെന്ന് കോടതി വിധിയെ സ്വാഗതം ചെയ്ത് CPIM പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് കരിമണൽ ഖനനാനുമതിയുടെ പ്രത്യുപകാരമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. കേസിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തെളിവായി 5 രേഖകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയത്. കോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെ: CMRL പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നുവെന്നും കോടതി ചോദ്യമുന്നയിച്ചു. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും KREML-ന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിക്കുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. കെട്ടിച്ചമച്ച കേസാണെന്ന് വ്യക്തമായെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. ഇന്ത്യ രാജ്യം തന്നെ പറഞ്ഞതാണ് ഉള്ളി ഒളിച്ചതുപോലെയായിരിക്കും. ഇത് ലാഭിനം പോലെ എല്ലാ ദിവസവും ഒരു കോടതി കൊടുക്കുക, ആ കോടതി കളിയാ വേറൊരു കോടതി കൊടുക്കുക, എന്നിട്ട് കോടതിയെ മോക്കറിയാക്കുക. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്യു കുഴൽനാടനെ CPIM രൂക്ഷമായി വിമർശിച്ചു. കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറി. യാഥാർത്ഥ്യം തെളിഞ്ഞ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചവർ മാപ്പ് പറയണമെന്നും CPIM പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിൽ നിർത്തുന്ന പ്രതിപക്ഷത്തിന്റെ ശ്രമത്തിനുള്ള തിരിച്ചടിയാണ് കോടതി വിധി. മേൽക്കോടതികളെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടാനാകും കോൺഗ്രസിന്റെ നീക്കം. അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായാണ് വിജിലൻസ് കോടതി വിധിയെന്ന് V മുരളീധരൻ പ്രതികരിച്ചു. മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിൽ തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം. കോടതി മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയത് കോൺഗ്രസിന് പക്ഷേ കടുത്ത ക്ഷീണമായി. തിരഞ്ഞെടുപ്പിലടക്കം UDF ഇടതു സ്ഥാനാർത്ഥികളെ നേരിട്ടത് മാസപ്പടി വിവാദമുയർത്തിയാണ്. രാഹുൽ പിണറായി ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങളെത്തിച്ചതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി പരാമർശമാണ്. EDയെ ഇറക്കി കേന്ദ്രം കുരുക്കുമുറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ സമാന്തരമായി വിജിലൻസ് അന്വേഷണം കൂടി നടത്താൻ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വേണ്ട തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതി തള്ളിയത് തിരിച്ചടിയായി. മാസപ്പടി കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇടതുമുന്നണി നേതാക്കൾ ഇതുവരെ പറഞ്ഞത്. കോടതി വിധി കൂടി അനുകൂലമായതോടെ കോൺഗ്രസിനെ നേരിടുക ഈ വടി ഉപയോഗിച്ചായിരിക്കും. ഈ മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം. കമ്പനിക്ക് കേസുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായിട്ട് വന്നിട്ടുണ്ടോ? ED അന്വേഷണമാണ് കോൺഗ്രസിന് ഇനിയുള്ള പിടിവള്ളി. EDയുടെ തുടർ നീക്കമുയർത്തി മുഖ്യമന്ത്രിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായിരിക്കും UDFന്റെ ആലോചന. മതിയായ രേഖകളില്ലാതെ കോടതിയിൽ പോയത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റാണെന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടും ഈ കേസ് മുഖ്യമന്ത്രിക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ എന്ന് അവരാണ് പറയുന്നത്. 24 തിരുവനന്തപുരം. മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത രാജ്യം. 93 മണ്ഡലങ്ങളിൽ മണിക്കൂറുകൾക്കകം വോട്ടെടുപ്പ് നടക്കും. രാജ്യത്ത് സ്ഥിരതയില്ലാത്ത സർക്കാരിനായി വാദിക്കുന്നവരുടെ മുന്നണിയെയാണ് BJP നേരിടുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം തെരഞ്ഞെടുപ്പിൽ ഫലവത്താകില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി ഉൾപ്പെടെ 40 താരപ്രചാരകരുടെ പട്ടിക BJP പുറത്തിറക്കി. उड़ीसा में डबल इंजन की सरकार बनने के बाद यहां बहुत तेजी से विकास होगा और ये मोदी की गारंटी है. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ നവീൻ പട്നായിക് സർക്കാർ അടുത്ത മാസം 4-ന് കാലഹരണപ്പെടുമെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിൽ തോൽവി മുൻകൂട്ടി ബോധ്യപ്പെട്ടതിനാൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ BJP ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. और उनका पूरा का पूरा राज हो और आपके जो अधिकार हैं वो आपसे छीने जाए, ये उनका लक्ष्य है और हम उनको रोकने की कोशिश कर रहे हैं. അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി ചുക്കാൻ പിടിക്കും. അമേഠിയിൽ 12 ദിവസത്തെ പ്രചരണമാകും പ്രിയങ്ക ഗാന്ധി നയിക്കുക.
റായ്ബറേലിയിൽ ഭൂപേഷ് ബാഗലിനും അമേത്തിയിൽ അശോക് ഗെഹ്ലോട്ടിനും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ ചുമതല കോൺഗ്രസ് നൽകി. നാളെ നടക്കുന്ന 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 3ാം ഘട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. 24 ഡൽഹി. പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട കേസിൽ HD ദേവഗൌഡ, HD കുമാരസ്വാമി എന്നിവരുടെ പേര് മാധ്യമങ്ങൾ പരാമർശിക്കരുത് എന്ന് കോടതി ഉത്തരവ്. HD ദേവഗൌഡയുടെ ഹർജിയിൽ 86 മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് ബംഗളൂരു സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതായി കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര അറിയിച്ചു. JDS നേതാവ് HD ദേവഗൌഡയുടെ കൊച്ചുമകനാണ് പ്രജ്വൽ രേവണ്ണ. പ്രജ്വൽ രേവണ്ണ പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ തന്റെ പേര് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയാണ് ദേവഗൌഡ രാജ്യത്താകെയുള്ള 86 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചത്. HD ദേവഗൌഡ, പ്രജ്വലിന്റെ പിതൃസഹോദരൻ HD കുമാരസ്വാമി എന്നിവർക്കെതിരായ പരാമർശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ഇതോടെ പ്രജ്വൽ രേവണ്ണ കേസുമായി ബന്ധപ്പെട്ട് ദേവഗൌഡ, കുമാരസ്വാമി എന്നിവരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ മാധ്യമങ്ങൾക്കാവില്ല. അതിനിടെ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയെ പിടികൂടാൻ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. Now blue corner notice has already been issued. So we will see, they will locate him wherever he is, and after that they procedurally whatever required or necessary, SIT will do it to bring him here. പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭയം കാരണം പുറത്തു പറയാത്തവരാണ് കൂടുതലും. അവരെ കണ്ടെത്തി നിയമസഹായം നൽകാനാണ് ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയത്. അതിക്രമം നേരിട്ടവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. 24 ബംഗളൂരു. പുതിയ പാർട്ടിയാകാൻ സംസ്ഥാനത്തെ ജനതാദൾ എസ് നേതൃത്വം. കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നീക്കം. സംസ്ഥാന പാർട്ടി രൂപീകരിച്ചേക്കും. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയാകും. JDS ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായപ്പോഴും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കാനാണ് JDS കേരള ഘടകം തീരുമാനിച്ചത്. ഇത് പ്രതിപക്ഷം വലിയ വിവാദമാക്കി ഉയർത്തിയപ്പോഴും CPM പൂർണ്ണ പിന്തുണ JDS കേരള ഘടകത്തിന് നൽകി. CK നാണു അടക്കമുള്ളവർ കേരള ഘടകത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. അപ്പോഴും എന്ത് തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട പീഡന വിവാദം ഉയർന്നു വന്നതോടെ പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ് JDS കേരള ഘടകം. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങി. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശം ചർച്ചയാകും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ സംസ്ഥാന നേതൃയോഗം ചേരും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും ഇടുക്കിയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ബുധനാഴ്ച വരെ താപനില ഉയർന്നു നിൽക്കും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ 2 ദിവസം കൂടി തുടരും. കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബുധനാഴ്ചയോടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന മലപ്പുറത്തും വയനാട്ടിലും വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലർട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതേസമയം അടുത്ത 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് തുടരും. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഈ മാസം 8 വരെ നീട്ടി. പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂട്ടോറിയൽസ്, അഡീഷണൽ ക്ലാസുകൾ, സമ്മർ ക്ലാസുകൾ എന്നിവ അടച്ചിടണം. ആവശ്യമെങ്കിൽ ഓൺലൈനായി പ്രവർത്തിക്കാം. കായിക പരിപാടികൾ, പരേഡുകൾ എന്നിവ രാവിലെ 11 മണി മുതൽ 3 മണി വരെ അനുവദിക്കില്ല. തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കടലാക്രമണത്തിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. തൃക്കുന്നപ്പുഴയിൽ ജനവാസ മേഖലയിൽ വെള്ളം കയറി. കടൽഭിത്തി സ്ഥാപിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലേർട്ട് പിൻവലിച്ചു.
ആലപ്പുഴ വളഞ്ഞവഴിയിൽ കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ടെട്രാപോഡുകൾ കടലെടുത്തു. റോഡിൽ മണൽ നിറഞ്ഞതോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും. വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്ന പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല, ഞങ്ങൾ ഒരാളുകളും വരത്തില്ല. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ തടഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റ സമയത്ത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായാൽ ജനജീവിതം ദുസ്സഹമാകും. കേരള തീരത്ത് നാളെ രാവിലെ 5:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് നേരിയ കുറവുണ്ടായതോടെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവ് രേഖപ്പെടുത്തി. 5482 മെഗാവാട്ടായിരുന്നു വൈദ്യുതി ആവശ്യകത. ശനിയാഴ്ച ഇത് 5754 മെഗാവാട്ടായിരുന്നു. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഫലപ്രദമാകുന്നതാണോ, ഇന്നലെ അവധി ദിവസമായിരുന്നതാണോ ഉപയോഗം കുറയാൻ കാരണമെന്ന് KSEB പരിശോധിക്കും. ഇതിനായി KSEB ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. രാത്രി 10 മണിക്ക് ശേഷമുള്ള വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നാൽ മാത്രമേ പ്രതിസന്ധിക്ക് അയവുണ്ടാകൂ എന്നാണ് KSEBയുടെ നിലപാട്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലെ രാത്രികാല ഷിഫ്റ്റ് ഒഴിവാക്കാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗം കുറഞ്ഞാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയ്ക്കാനും KSEB ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ഫലപ്രദമായ വിദേശ മാതൃകകൾ പകർത്താനൊരുങ്ങി കേരളം. വനത്തിനുള്ളിൽ ജലലഭ്യത ഉറപ്പാക്കാനും അധിനിവേശ സസ്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും നടപടിയുണ്ടാകും. ഇന്ന് ചേർന്ന വിദഗ്ധ സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരമാർഗം കണ്ടെത്താനാണ് സർക്കാർ അന്താരാഷ്ട്ര വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചത്. ഇന്നായിരുന്നു ആദ്യ യോഗം. വന്യമൃഗശല്യം രൂക്ഷമായ 10 ഇടങ്ങളിൽ ആദ്യഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ഏർലി വാർണിംഗ് സിസ്റ്റം ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും പ്രയോജനപ്പെടുത്തും. മറ്റ് രാജ്യങ്ങളിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ സംസ്ഥാനത്തും നടപ്പിലാക്കാൻ യോഗത്തിൽ ധാരണയായി. ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചെലവ് ചുരുങ്ങിയതും ഫലപ്രദവുമായ മാർഗങ്ങൾ മാതൃകയാക്കും. കാടിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഉൾവനത്തിൽ ജലലഭ്യത ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കാനും കേരളത്തിലെ വനമേഖലയിൽ അധിനിവേശ സസ്യങ്ങളുടെ ഉന്മൂലനം ത്വരിതപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടാകും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. വനമന്ത്രി AK ശശീന്ദ്രൻ, വനം വകുപ്പ് മേധാവി, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് പുറമെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അംഗങ്ങളും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.